യെസ് ബോസ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതലും പോകുന്നത് നല്ല തിരക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ തിരക്കുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അവിടുത്തെ ആൾക്കൂട്ടങ്ങൾ കാരണമുള്ള അപകടങ്ങൾ ഇങ്ങനെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ ശ്രമിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം റീസെന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 25ന് കൊച്ചിയിലുണ്ടായിരുന്ന തിരക്കും ബ്ലോക്കിനെ പറ്റിയൊക്കെ. അതൊക്കെ ഇപ്പോൾ പോലീസുകാർ വളരെ നന്നായിട്ട് തന്നെ ഡീൽ ചെയ്തത് പോകുന്നുണ്ടായിരുന്നു. കറക്റ്റ് ബാരിക്കേഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ട്രാഫിക് നല്ല രീതിക്ക് അവിടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ പാനിക് ആവാണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ഈ സ്റ്റാമ്പ് എടുക്കും പരിപാടികളൊക്കെ നടക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാർക്ക് പോകാനുള്ള റഷിൻ്റെ ഇടയിലാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ആദ്യം പാനിക് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതലായി ഫോർട്ട് കൊച്ചിയിലാണെങ്കിലും അന്ന് ഭയങ്കര തിരക്ക് വന്നതെന്ന് വെച്ചാൽ ഈ പപ്പാനിനെ കത്തിച്ച് അപ്പം തന്നെ ആൾക്കാർ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഉണ്ടായ തിരക്കും പുറത്തുനിന്ന് വെച്ചാൽ ആൾക്കാർ അകത്തേക്ക് കയറാനുള്ളൊരു റഷൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങളുടെ സംഭവിച്ചത്. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ പാനിക് ആവാണ്ട് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ കയറുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് കാര്യങ്ങൾ എവിടേക്ക് ഉണ്ടെന്നുള്ളത് നമുക്കൊരു അവെയറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ എന്താണ് ആൾക്കാർ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പോകാൻ ശ്രമിക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. കാരണം അവിടെ അത്രയും പേര് വരാൻ നേരത്ത് നമ്മൾ ഇവിടുന്ന് പ്രഷർ കൊടുക്കാതെ നമ്മൾ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ നമുക്കൊരു ടൈം കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ആൾക്കാരുടെ എണ്ണം കൂടി ഭയങ്കര കൺജസ്റ്റഡ് ആയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഹാൻഡ് നമ്മുടെ ഈ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇങ്ങനെ പിടിച്ച് മാക്സിമം നമുക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഇത് ഇങ്ങനെ പിടിക്കാൻ നേരത്ത് നമുക്ക് ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെ അവിടെയൊക്കെ കുറച്ച് സ്പേസ് കിട്ടും. നമുക്കപ്പോൾ ബ്രീത്ത് ചെയ്യാനുള്ള നമുക്കൊരു ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യത നമുക്ക് ഉണ്ടാവും. തിരക്ക് കൂടിക്കഴിയുമ്പോൾ മാക്സിമം നമ്മിങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക, നമ്മൾ ഒരു ബോക്സിങ് സ്റ്റാൻസിൽ നിൽക്കാന്ന് പറയുക. അങ്ങനെ എന്നിട്ട് നമുക്ക് മെയിൻ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആക്സിഡന്റിൽ നിലത്ത് വീണ് പോയി അത്രയും തിരക്കിൻ്റെ ഇടയിൽ, നോർമൽ തിരക്കാണെങ്കിൽ തിരക്കിൻ്റെ ഇടയിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ തലയ്ക്കും കഴുത്തിനും ഒന്നും പറ്റാത്ത രീതിയിലേക്ക് അപ്പം തന്നെ ഒന്നില്ലെങ്കിൽ ചുരുണ്ട് മറ്റേ മുട്ട് ഇതാക്കിയിട്ട് അങ്ങനെ കിടക്കാൻ ശ്രമിക്കുക. സൈഡ് ചിരിഞ്ഞ് നിന്നിട്ട് ശ്വാസം എടുക്കാനുള്ളൊരു സിറ്റിലേക്ക് മാറാൻ ശ്രമിക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ ക്രൗഡ് മൂവ് ചെയ്യുന്നതിൻ്റെ ഡയഗണലായിട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും അതിനെ ഒപ്പോസ് ചെയ്ത് മൂവ് ചെയ്യരുത്. മൂവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമ്മൾ താഴെ വീഴാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നത്. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫായിട്ട് മാത്രം വേറൊരാളെ രക്ഷിക്കാൻ ശ്രമിക്കുക. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് വേറൊരാളെ ആദ്യം സേഫ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ മാക്സിമം കുട്ടികളും ഗർഭിണികളായ ആൾക്കാരൊക്കെ മാക്സിമം തിരക്കുള്ള ഇവൻസിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ നമുക്ക് ഈ ആഘോഷം എന്നുള്ള കാര്യം നമുക്കൊന്നും മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് മാക്സിമം സേഫായിട്ട് നിന്നിട്ട് ആഘോഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് സംഭവിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഡെപ്തും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതേപോലെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന്റെ ബലത്തിൽ എനിക്കറിയാതെ എത്രത്തോളം പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുള്ള കാര്യം. പിന്നെ അത്യാവശ്യം കൊച്ചിയിലെ പോലീസും എല്ലാവരും ഭയങ്കര അലേർട്ടായിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ പരിപാടി നടക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.